നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട്. ഡിജോ 3 പടമാണ് ചെയ്തതെങ്കിലും 2 പടത്തിനും സാഹസം എടുത്തയാൾ ഞാനാണ്. അപ്പം വളരെയധികം സന്തോഷം. ഡിജോയുടെ ഒരു പടം ഡിജോയുടെ ഒരു പടം എന്ന് പറയുന്നത് എൻ്റെ ഒരു ബ്രദറിൻ്റെ പടം പോലെ തന്നെയാണ്. അതിൻ്റെ അകത്ത് യാതൊരു ഡൗട്ടും ഇല്ല. ഈ സിനിമയുടെ ഒരു കഥ ഏറ്റവും ആദ്യം കേട്ടവരിൽ ഒരാൾ ഞാൻ തന്നെയാണ്. കാരണം ഈ സിനിമ ഒരു ഗംഭീര സിനിമയായിരിക്കും എന്നുള്ളതിൻ്റെ അകത്ത് യാതൊരു ഡൗട്ടും ഇല്ല. കാരണം ഇതൊരു അത്രയും കൊമേഴ്ഷ്യൽ ഒരു സിനിമയാണ്. കാരണം ഇതൊരു ചെറിയ സിനിമയല്ല. ഡിജോയുടെ പേര് പോലെ തന്നെ നീട്ടമുള്ള ഒരു സിനിമയാണ്, ഒരു വലിപ്പമുള്ള ഒരു സിനിമയാണ്. പിന്നെ അതുകൊണ്ടിട്ട് അത് കവറപ്പ് ചെയ്യാനായിട്ട് കുറേ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലാവരോടും ഷെയർ ചെയ്ത് കുറച്ച് ബഡ്ജറ്റ് കൂടിയാലും അത് ഷെയർ ചെയ്യാനായിട്ടുള്ള അവസരവും ആ പ്രൊഡ്യൂസേഴ്സ് എല്ലാവരോടും ഉള്ളത് കൊണ്ടിട്ട് അതും കുഴപ്പമില്ല. അതെ, ഷെയറിങ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ സ്ക്രിപ്റ്റും നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം സിനിമയുടെ ഒരു വലിപ്പം അത്രയും ഉണ്ട്. അതുപോലെ തന്നെ സുരേഷ് ഏട്ടൻ്റെ ഒരു ഗംഭീര തിരിച്ചുവരവായിരിക്കും ഈ സിനിമ. സുരേഷ് ഏട്ടൻ വേറെ എങ്ങും പോയത് കൊണ്ടിട്ടല്ല, ടൂറായിട്ട് പോയത് കൊണ്ടിട്ടല്ല, സുരേഷ് ഏട്ടൻ്റെ അത്രയും മാസ്സായിട്ടുള്ള ഒരു സിനിമയാണ് എന്നുള്ളത് എനിക്ക് പൂർണ്ണ ഉറപ്പുണ്ട്. കാരണം ഇത് ബേസിക് ആയിട്ട് ഇവരിപ്പം വർഷങ്ങൾ പറഞ്ഞു, ആ വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഞാനും കേട്ടുകൊണ്ടിട്ട് പറയുകയാണ്. ഇതിൻ്റെ ഒരു ബിൽഡപ്പ് ആയിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ ടൊവിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിക്കോട്ടെ, അതെല്ലാം വളരെയധികം ഗംഭീരമായിട്ടുള്ള ഒരു സിനിമയാണ്. പിന്നെ ഈ സിനിമയുടെ ടൈറ്റിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പള്ളിച്ചട്ടമ്പി എന്നായതുകൊണ്ടിട്ട് തന്നെ എല്ലാ പള്ളിക്കാരുടെയും, എല്ലാ ടൈപ്പുള്ള പള്ളിക്കാരുടെ എല്ലാം, അതായത് ജാതി മത ഭേദമന്യാണ് എല്ലാ പള്ളിക്കാരുടെയും അനുഗ്രഹവും അതുപോലെ തന്നെ ഈ ചട്ടമ്പിക്കാരുടെ എല്ലാ ചട്ടമ്പികളുടെ അനുഗ്രഹവും പ്രത്യേകിച്ച് ഉള്ളതുകൊണ്ടിട്ടാണ് ഇങ്ങനെ ഒരു ടൈറ്റിൽ ഇട്ടതെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഇത്രയും ബഡ്ജറ്റുള്ള സിനിമയാകുമ്പോൾ എല്ലാം കൂടെ നോക്കി വേണമല്ലോ അതിൻ്റെ ഒരു ടൈറ്റിൽ വിടാനായിട്ട്. അപ്പം അത് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ടൊവിനോ, അപ്പം സിനിമ നടൻ എന്ന നിലയിൽ ഒരു സിനിമയോടൊപ്പം 100% അർപ്പണബോധത്തോടുകൂടി അതിൻ്റെ ഡയറക്ടർക്കൊപ്പം അതിൻ്റെ ടീമിനൊപ്പം ആത്മാർത്ഥതയോടുകൂടി വർക്ക് ചെയ്യുന്ന ഒരു ഹീറോയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇവർക്ക് നേരത്തെ തന്നെ എക്സ്പീരിയൻസ് ഉള്ളതാണ്. ഇപ്പോൾ ഇവർക്ക് കൂടെ നേരത്തെ തന്നെ പാർട്ട്ണർഷിപ്പിൽ വർക്ക് ചെയ്തിട്ടുള്ള ഹീറോയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഈ സിനിമ ഒരു വലിയ വിജയമായി മാറട്ടെ. ഇങ്ങനെ ഒരു സിനിമയുടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടിയാണ് 2025-24 ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ മറ്റ് ഭാഷകളിനേക്കാൾ കൂടുതൽ ഹിറ്റുകൾ കൊടുത്തത് മലയാള സിനിമയിൽ നിന്നാണ്. എന്നിട്ട് പോലും മലയാള സിനിമയ്ക്ക് മറ്റ് ബിസിനസ്സുകൾ ആ ഭാഷകളിൽ കിട്ടുന്ന ബിസിനസ് മലയാള സിനിമയ്ക്ക് കിട്ടുന്നില്ല. അപ്പം ആ ഒരു വർഷമാണ് 2025 കാലെടുത്ത് വെക്കുമ്പോൾ ഇത്രയും വലിയൊരു പടമായിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് പള്ളിച്ചട്ടമ്പി അങ്ങനെ ഒരു സിനിമയായി മാറട്ടെ എന്നും. പിന്നെ ഒരു ചെറിയൊരു കാര്യം കൂടെ, ഇപ്പോഴാണ് ഈ ഓവർസീസ്, ഞാൻ പറയാൻ വിട്ടുപോയതാണ്, ഇപ്പോഴാണ് ഈ ഓവർസീസിനൊക്കെ ഇത്രയും മാർക്കറ്റ് വന്നത്. ഇപ്പം നേരത്തെയൊക്കെ ഞങ്ങൾ ബിസിനസ്സൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇവര് നൗഫലും ബ്രിജീഷൊക്കെ വരുന്നതിന് മുമ്പ് ചെറിയ തുകകളായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. നമുക്കൊക്കെ ഒരു 25 ലക്ഷം രൂപ 50 ലക്ഷം രൂപയൊക്കെ ആയിരുന്നു എനിക്ക് കിട്ടിക്കൊണ്ടിട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല. നൗഫലും ബ്രിജീഷൊക്കെ വന്നതിന് ശേഷമാണ് മലയാള സിനിമയിൽ ഓവർസീസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഒരു മാർക്കറ്റ് തന്നെ ഉണ്ടായത്. കാരണം ഇവരുടെ ഒരുപാട് പൈസ അതിനു വേണ്ടിയിട്ട് കളഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ അറിയാലോ, ഇപ്പോൾ ഒരു ബിസിനസ്സൊക്കെ ആയിട്ടിരിക്കുമ്പോൾ നമ്മളെല്ലാവരും, ഞാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് അല്ല, എനിക്കറിയാവുന്നൊരു കഥ പറയുന്നു മാത്രമേ ഉള്ളൂ. കാരണം അവരുടെ ഒത്തിരി പൈസ അതിനു വേണ്ടിയിട്ട് വിട്ട് കളഞ്ഞിട്ടുണ്ട്. കാരണം സിനിമയിൽ വിട്ട പൈസ തിരിച്ചെടുക്കുക എന്ന് പറയുന്ന കുറച്ച് കഷ്ടപ്പാടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ആ മാർക്കറ്റ് ഇല്ലാത്തിരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് ഒരു ഏകാധിപത്യമായിരുന്നു ഓവർസീസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അവിടെ കോമ്പറ്റീഷൻ ഇല്ലായിരുന്നു. അപ്പോൾ ഇവര് വന്നപ്പോഴായിരുന്നു അതിനൊരു കോമ്പറ്റീഷൻ വന്നത്. അപ്പോഴാണ് കോടിക്കണക്കിന് ഒരു ഇതിലേക്ക് മാറിയത്. അങ്ങനെയാണ് ഇപ്പൊ ഞാൻ തന്നെ ഇവർക്ക് അപ്പോൾ ഒരു 3-4 സിനിമകൾ ഈവൻ കൊടുത്തു. കാരണം ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ വരുമ്പോൾ മാത്രമാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. കാരണം പിന്നെ ഇപ്പുറത്തെ ആള് നല്ല പൈസ തരാനായിട്ട് തുടങ്ങി. അതുകൊണ്ടിട്ട് പക്ഷെ ഞാൻ പറയാണ്, വേൾഡ് വൈഡ് വന്നതുകൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓവർസീസ് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഇത്ര മാർക്കറ്റ് കിട്ടിയ അങ്ങനെ ഒരു കമ്പനി ടൊവിനോട് ഈ പടം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിയായ സന്തോഷമുണ്ട്. ഞാൻ അധികം സമയമെടുത്ത് സംസാരിക്കുന്നില്ല. കാരണം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടം അല്ലാത്തതുകൊണ്ടിട്ട് അതിക്കുള്ള അനുമതി കിട്ടത്തില്ല. എനിവേ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. പള്ളിച്ചട്ടമ്പി ഞാൻ ഏകദേശം 2018 കൊച്ചു പടവുമായിട്ട് ഡിജോ ഞങ്ങൾക്ക് വന്ന് പറഞ്ഞിരുന്നു.
അപ്പോൾ ആ സമയത്ത് പറഞ്ഞു ഒരു വലിയ പടം എൻ്റെ ഇതിലുണ്ട്. എന്നെ കണ്ടപ്പോൾ അത്രയും വലിയ പടം എടുക്കാൻ പറ്റുന്ന ആളായിരുന്നു ഡിജോ അത് പറഞ്ഞില്ല. അപ്പോൾ പള്ളിച്ചട്ടമ്പി എന്നാണ് പേര്. അത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഈ പറഞ്ഞതുപോലെ ഒരു സ്ക്രിപ്റ്റ് ചെറുതായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ പള്ളിച്ചട്ടമ്പി അല്ല, അപ്പോൾ ഒരു ഈ പറഞ്ഞതുപോലെ 2018 ഒരു സ്ക്രിപ്റ്റ് വന്നിട്ട് വീടെടുത്ത് പറയണമെങ്കിൽ എന്ന് മുതൽ സുരേഷ് ഏട്ടൻ ഇതിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അന്ന് മുതൽ നീറി നീറി ഉള്ളിൽ കിടന്ന ഒരു സ്ക്രിപ്റ്റ് ഇതായിപ്പോൾ പുകഞ്ഞു തുടങ്ങുന്നു. ഇത് ആളിക്കത്തും ഇറങ്ങുമ്പോൾ അങ്ങനെ അത്രയും ഉള്ളിൽ ഒരു സ്ക്രിപ്റ്റ് ഹോണ്ട് ചെയ്യുന്നുണ്ട്. അതൊരു ഒരു തിരക്കഥാകൃത്തിന് അത് എഴുതി മിനുക്കാനായിട്ടുള്ള ഒരു ഇതുണ്ടാവുക, അത് കഴിഞ്ഞ് ഒരു സംവിധായകന് ഇത് ചെയ്യാനായിട്ടുള്ള ഒരു ത്വരയുണ്ടാവുക, ഒരു നടൻ ഇത് ചെയ്തോളാൻ വയ്യ എന്ന് പറയുമ്പോൾ അതിന് തീർച്ചയായിട്ടും അതിനകത്തുള്ളിലൂടെ ഒരു ഫയർ ഉണ്ടാവും. അപ്പം അത് തന്നെയാണ് ഞാൻ ഈ സിനിമയിൽ പ്രതീക്ഷിക്കുന്നത്. ഡിജോ ഒട്ടും മോശക്കാരനല്ല. അപ്പം അതുകൊണ്ട് ഡിജോ ഇത് ചെയ്ത് ഫലിപ്പിക്കാൻ എടുക്കണം. പിന്നെ ഇത് ബാക്ക് ചെയ്യുന്ന ബ്രജേഷ് നേരത്തെ ലിസ്റ്റിൻ പറഞ്ഞ പോലെ മലയാള സിനിമ ചെറിയ തുകയിൽ ഓവർസീസിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ബ്രജേഷിൻ്റെയും നോഫലിൻ്റെയും വരവ്. എൻ്റെ അടുത്തുനിന്ന് എനിക്ക് ഇവരോട് എൻ്റെ ഇത് 2 പടം എടുത്തിട്ടുണ്ട്. ഒരു പടം ഇവർ വന്ന് വില പറഞ്ഞതിൻ്റെ പേരിൽ വേറൊരാൾ വന്ന് വലിയ വിലക്ക് എടുത്തിട്ടുണ്ട്. മറ്റൊരാൾ ഇവർ വന്ന് എൻ്റെ അടുത്ത് വില പറഞ്ഞിട്ട് പോയി. അല്ല, ഞാൻ നോഫലിൻ്റെ അടുത്ത് ചോദിച്ചു, അത് ഞാൻ കൊടുത്തോട്ടേന്ന് ചോദിച്ചു. നോഫൽ അത് കൊടുത്തോളാൻ പറഞ്ഞിട്ടാണ്. അല്ല, നന്ദിയുണ്ട്. അത് കഴിഞ്ഞ് 2019 ഒരു സിനിമ എൻ്റെ എടുത്തു. അതും ഈ പറഞ്ഞതുപോലെ നോർമലി കിട്ടാവുന്നതിനെക്കാട്ടും വലിയ വില കൊടുത്താണ്. അപ്പൊ ഇവർ ഓപ്പൺ ചെയ്ത് തന്ന ഇവരുടെ പേര് പോലെ തന്നെ വേൾഡ് വൈഡ് മാർക്കറ്റ് ഉണ്ട്. മലയാള സിനിമയ്ക്ക് പലരും ഒതുക്കി വെച്ചിരുന്നത് തുറന്നു കിട്ടിയത് ബ്രജേഷും നോഫലും കൂടെ വന്നതിന് ശേഷമാണ്. അപ്പൊ അവർക്ക് സിനിമ എസ്പെഷ്യലി മലയാള സിനിമയിൽ ഇന്ന് പ്രൊഡ്യൂസേഴ്സ് ഇന്ന് എൻജോയ് ചെയ്യുന്ന ഈ ഓവർസീസ് റൈറ്റ്സിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ഇവർ 2 പേരുമാണ്. അപ്പൊ അവർക്ക് പ്രത്യേകം ഞങ്ങൾ പ്രൊഡ്യൂസേഴ്സിന്റെ ഭാഗത്തുനിന്ന് നന്ദി പറയുകയാണ്. അവര് ഒട്ടനവധി സിനിമകൾ ബാക്ക് ചെയ്തവരാണ്. ഈ കോവിഡ് എന്ന് പറയുന്ന മഹാമാരി ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് മലയാളത്തിലെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ ഹൗസസിൽ ഒന്നായി ഇന്നിപ്പോൾ ഇവിടെ അവർ നിരന്തരം സിനിമ ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. അത് എനിക്ക് നന്നായി അറിയാം. നോഫല് ദേ ഹാവ് ഗോൺ ത്രൂ ബാഡ് ടൈംസ് ആൻഡ് ഇത് അവരുടെ ഒരു എന്താ പറയുക റിസർജൻസ് അതാണ്. സോ ദേ ആർ കമ്മിങ് ബാക്ക്. അവർക്ക് എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. സിനിമ മോശം അവസ്ഥയിലൂടെയാണ് പോകുന്നത് എന്നും ഇവിടെ നടന്മാരും നിർമ്മാതാക്കളും തമ്മിലൊക്കെ വലിയ അടിയാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഹെലികോപ്റ്റർ കഥ എൻ്റെ പ്രൊഡക്ഷനിൽ നിന്ന് ഒരാളുടെ അടുത്ത് എൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ടൊവിനോ ഒരിക്കലും കോസ്റ്റ് കൂട്ടാൻ ശ്രമിക്കുന്ന നടനല്ല, എനിക്ക് നന്നായി അറിയാവുന്നതാണ്, ഞങ്ങളുടെ 2022 ഒരു സിനിമയിൽ അഭിനയിച്ചതാണ്. അപ്പോൾ ഹെലികോപ്റ്ററിൻ്റെ കഥ കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് ഈ ഹെലികോപ്റ്ററിൻ്റെ സത്യാവസ്ഥ. അപ്പോൾ പറഞ്ഞു അതിൻ്റെ നിർമ്മാതാക്കളിൽ ഒരാളായിട്ടുള്ള കോൺഫിഡൻറ്റ് റോയ് അദ്ദേഹത്തിൻ്റെ തന്നെ ആവശ്യമായിരുന്നു അന്നത്തെ ദിവസം അങ്ങനെ പോകണം എന്നുള്ളത്. അത് വെറുതെ ടൊവിനോ എന്ന് പറയുന്ന ഒരു നടൻ്റെ പുറത്ത് ചാർത്തി അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ളൊരു അപേക്ഷയുണ്ട്. ഞങ്ങളാരും അതിനെതിരല്ല. അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു എന്ന് പറയുന്നതുകൊണ്ട് ഒരാളുടെ സമ്മതപ്രകാരം സംഭവിക്കുമ്പോൾ വെറുതെ ടൊവിനോയെ അതിനെക്കുറിച്ച് ബുദ്ധിമുട്ടിക്കുന്നതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്. അപ്പോൾ ഞങ്ങളെന്നും നിങ്ങളെ പോലുള്ളവരുടെ കൂടെ തന്നെയാണ്. ടൊവിനോ എന്നും നിർമ്മാതാക്കളുടെ കൂടെ നിന്നിട്ടുള്ളതാണ്. ഇപ്പോഴും ഐഡന്റിറ്റിയുടെ നിർമ്മാതാവിൻ്റെ കൂടെ തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത്, ചേർത്ത് പിടിച്ചാണ്. അപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കും. ഈ പറയുന്ന പോലെ ചേട്ടനും അനിയനും തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ തീർന്നു വരും. കാരണം സിനിമ അതിനതീതമാണ്. സിനിമ എന്ന് പറയുന്ന ഈ കലയോടുള്ള അമിതമായിട്ടുള്ള ഇഷ്ടം, പാഷൻ കൊണ്ടാണ് ഞങ്ങളെല്ലാം സിനിമയ്ക്കകത്ത് നിൽക്കുന്നത്. സിനിമ മുന്നോട്ട് പോകണം. പിക്ചർ അഭി ബാക്കി ഹേ, നമ്മുടെ റാഫേലേട്ടൻ പറയുന്ന പോലെ തൃശ്ശൂർ ഭാഷയിൽ തൃശ്ശൂർ സ്ലാങ്ങിൽ ഹിന്ദി പറയുന്ന ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളൂ, അത് റാഫേലേട്ടനാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് റാഫേലേട്ടൻ ഒരു ഷാറൂഖ് ഖാൻ പടം പിടിക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ ഈ ടീമിന് സുരേഷ് ഏട്ടൻ, ഡിജോ, ടൊവി, നോഫൽ, ബ്രജേഷ് എല്ലാവർക്കും എൻ്റെയും കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെയും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഞാനിവിടെ വരുമ്പോൾ ഒരു കാര്യം കൂടി
പേടിച്ചിരിക്കുമായിരുന്നു. എന്നെ എൻ്റെ പടത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കാനായിട്ട് രണ്ടുപേരും ഇവിടെ ഇരിപ്പുണ്ട്. കുറച്ച് മുമ്പ് ജെയ്ക്സ് എന്നെ 2 ദിവസം മുമ്പ് ബ്രോ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. ഞാൻ ഒരു ബഡ്ജറ്റ് കൂട്ടാനാണ്. ഞാൻ പറഞ്ഞു ഇപ്പൊ കാണുന്നില്ല എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. കറക്റ്റ് വന്ന് മുമ്പിൽ ചാടി. അടുത്തിരുന്നപ്പോൾ ഞാൻ ഇടത്തോട്ട് നോക്കായിരുന്നു. എന്താ നോക്കാത്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്തെങ്കിലും ചോദിക്കുന്ന പേടിച്ചാണ് ഞാൻ നോക്കാത്തത്. അപ്പോൾ all the very best. You have an amazing team. So I wish you all success to Palli Chatambi. ബിജു ഏതാ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷന്റെ പ്രസിഡന്റ് ഇരിക്കുകയാണ്. നിനക്ക് ഓർമ്മയുണ്ടായിരുന്നു. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷന്റെ കൂടെ പേരിൽ ലിസ്റ്റിൽ ചീഫിന്റെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു.